Fine crafted traditional collections. Siren 3 by Chungat Jewelry. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മരുന്ന് വാങ്ങാൻ 2000 രൂപ ചോദിച്ചാൽ കാശില്ല. വേണ്ടപ്പെട്ടവർക്ക് ലക്ഷങ്ങൾ കൊടുക്കാൻ കാശുണ്ട്. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിന് മുൻപിൽ കിടന്ന് നിക്ഷേപകരുടെ പ്രതിഷേധം. അങ്കമാലി അർബൻ സഹകരണ ബാങ്കില് ഞങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ നിക്ഷേപിച്ച് ദരിദ്രരായി ജീവിക്കുന്ന മനുഷ്യരുടെ രോദനമാണ് കാണുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്ന് മെഡിക്കലിന് പോലും കരഞ്ഞിട്ട് 5000 രൂപ കൊടുക്കാത്ത ഭരണസമിതിയും ഈ സഹകരണ വകുപ്പും. ഈ പ്രശ്നമുണ്ടായി ഇത്രയും കാലത്തിനിടയ്ക്ക് 10/1 ഒരു വ്യക്തിക്ക് 5 ലക്ഷം രൂപ, മറ്റൊരു വ്യക്തിക്ക് 3 ലക്ഷം രൂപ, മറ്റൊരു വ്യക്തിക്ക് 53,000 രൂപ പക്ഷപാതപരമായി കൊടുത്ത് ഈ സൊസൈറ്റിയിൽ നിക്ഷേപിച്ച സാധാരണക്കാരായ ഞങ്ങളെ നിഷ്ഠൂരം വഞ്ചിച്ചിരിക്കുകയാണ്. ഈ വഞ്ചനയ്ക്കെതിരെ ഇത്രയും കാലം സഹിച്ച ഒക്ടോബർ 6 തുടങ്ങി ഫെബ്രുവരി 9 വരെ ക്ഷമിച്ച ഞങ്ങളുടെ നെല്ലിപ്പടിക കണ്ടു ഒരു തീരുമാനം. ഇനിയും വഞ്ചിക്കപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് മറ്റൊന്നുമല്ല, ഈ വഞ്ചിക്കപ്പെട്ടതിന് തീരുമാനം ഉണ്ടാവണം. അതിന്റെ അധികാരികൾ സമാധാനം പറയുന്നവരെ ഈ സമരം ഞങ്ങൾ തുടരുന്നതായിരിക്കും. എത്ര മാസങ്ങളായി 5000 രൂപ നിർത്തിയിട്ടുണ്ട്. 5000 രൂപ കിട്ടാനായിട്ടുള്ള ആൾക്കാർ കയറിയിട്ടുണ്ട്. ഒരാൾക്ക് 5000 രൂപ കൊടുക്കാൻ ഇത്രയും പൈസ അനുവദിച്ചോട്ടെ, പൈസ കിട്ടിക്കൊണ്ടേ നമ്മുടെ എല്ലാം അറിയണല്ലേ. ഒന്നും തന്നെ കാര്യം. നമ്മുടെ സംഘടന എന്നാ അവര് പറഞ്ഞത് അതിനു മുമ്പ് ഇഷ്യൂ ചെയ്ത് പോയതാണ്. പ്രതിസന്ധിയിലായ അങ്കമാലി അർബൻ സഹകരണ സംഘത്തിന് മുൻപിൽ വീണ്ടും നിക്ഷേപകരുടെ പ്രതിഷേധം. ബാങ്ക് ഭരണസമിതിയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും അടക്കമുള്ള വൻ മാഫിയ സംഘം കോടികൾ അടിച്ചുമാറ്റിയതിനെ തുടർന്നാണ് ബാങ്ക് പ്രതിസന്ധിയിലായത്. ഇതോടെ ബാങ്കിൽ പണം നിക്ഷേപിച്ച സാധാരണക്കാർക്ക് 10 പൈസ പോലും തിരികെ ലഭിക്കാത്ത സ്ഥിതിയുണ്ടായി.
നിക്ഷേപകർ ചേർന്ന് നിക്ഷേപക സംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് സഹകരണ വകുപ്പ് വിഷയത്തിൽ ഇടപെടുകയും നിക്ഷേപകർക്ക് പണം നഷ്ടമാകില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ബാങ്കിൽ വരുന്ന പണം നിക്ഷേപകർ അറിയാതെ മറ്റുള്ളവർക്ക് നൽകരുത് എന്ന തീരുമാനമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. 2000 രൂപ പോലും നിക്ഷേപകർക്ക് നൽകാനില്ലെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലർക്ക് ലക്ഷങ്ങൾ നൽകിയതായാണ് കണ്ടെത്തിയത്. അങ്ങനെ നമ്മൾ ഡിസംബർ മാസം അവസാന ഭാഗം കണ്ടപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞത്, ഈ നിക്ഷേപ സമിതി ഭാരവാഹികളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്കും ഒരു പൈസയും ഇനി കൊടുക്കുന്നതല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 വ്യക്തികൾക്ക് ഏകദേശം അവിടെ നിർദ്ദേശം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു JR പറഞ്ഞു പോയതിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു പോയതെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, പറഞ്ഞു പോയി JR എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പദവി വിനിയോഗിച്ച് അദ്ദേഹം പറഞ്ഞു പോയെങ്കിൽ, അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കില്ല എന്ന് വാഗ്ദാനം ചെയ്ത JR 10/1/24 ബൈജു എന്ന് പറഞ്ഞ 5 ലക്ഷം കൊടുത്തേക്കാണ്. ആരാവട്ടെ ഈ ബൈജു, 5 ലക്ഷം രൂപ ബൈജു എന്നൊരു വ്യക്തിക്ക് ഏത് അക്കൗണ്ടിൽ ആര് പറഞ്ഞിട്ട് കൊടുത്തു നമ്മുടെ ഈ പൈസ എന്നുള്ളത് നമ്മുടെ വാഗ്ദാനാണ്. ആ വാഗ്ദാനം ലംഘിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. 24/1/24 വർഗീസ് KP എന്ന് പറഞ്ഞ ആൾക്ക് പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാണ്. അതിന് പേര് നിർദ്ദേശിച്ച് ഞങ്ങൾ ചർച്ചയിൽ വന്നതാ. 3 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു. 24/1/24 ചെക്ക് എഴുതിയിട്ട് JR സമാധാനം പറയണമെന്ന് വേണ്ടി നമ്മുടെ പൈസയാണ്. 24/1/24 തന്നെ MO ജോർജ് എന്ന് പറഞ്ഞ ആൾക്ക് 53,000 രൂപ കൊടുത്തിരിക്കുന്നു. അങ്ങനെ മൊത്തം ഏകദേശം 538 ലക്ഷത്തി സംതിങ് കൊടുത്തിരിക്കാൻ നമ്മളറിയാതെ നമ്മുടെ പൈസയാണ് ഈ കൊടുത്തത്. നമ്മൾ പൈസ കൊണ്ട് ഇവിടെ നിക്ഷേപിക്കാൻ വന്നാൽ നാമമാത്രമായി പൈസ ഇവിടെയും ബാക്കിയുള്ളത് നമ്മൾക്ക് ഫെഡറൽ ബാങ്കിൽ നിക്ഷേപിക്കാൻ ഇവര് വന്ന ആളോട് പറയും, അവിടുത്തെ തോന്നിയ മാതിരി തോന്നിവാസം ചെയ്യാനുള്ള ഒരു സന്ദർഭം നമ്മൾ അനുവദിച്ചു കൊടുത്തുകൂടാ. നമ്മൾ ഇത്ര നാളും കഴിഞ്ഞിട്ട് വാരി ഇവിടെ നമ്മൾ കേട്ടുമ്പോൾ നമ്മൾ ഇതിനൊക്കെ സമ്മതിച്ചു. അതുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ ഈ ഗതികേട് വന്നത്. ഇനി ഒരു പൈസ പോലും നമ്മൾ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം നമ്മളായിട്ട് ഒരുക്കരുത്. ഇത് നമ്മൾ ജയിലെങ്കിൽ ജയില്, അറസ്റ്റെങ്കിൽ അറസ്റ്റ്, പേടിച്ചു നിന്നാൽ നമുക്കൊന്നും നേടാനാവില്ല. ബൈജു കുര്യാക്കോസ് എന്നയാൾക്ക് ജനുവരി 10-ന് 5 ലക്ഷം രൂപയും KP വർഗീസിന് ജനുവരി 24-ന് 3 ലക്ഷവും MO ജോർജ് എന്നയാൾക്ക് ജനുവരി 24-ന് 53,000 രൂപയും നൽകി. വകുപ്പ് ഉദ്യോഗസ്ഥരും ബാങ്ക് ഭരണസമിതിയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ചേർന്നാണ് ഈ പിൻവാതിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്ന് നിക്ഷേപക സംരക്ഷണ സമിതി ഭാരവാഹികൾ പറയുന്നു. നിക്ഷേപ സംരക്ഷണ സമിതി ഞങ്ങളുടെ നിക്ഷേപങ്ങളുടെ പൈസ കിട്ടാൻ വേണ്ടിയുള്ള ഒരു സംരക്ഷണ സമിതി ഞങ്ങൾ ഒരു രൂപം കൊണ്ടു. അത് ഇവിടെ സമാധാനപരമായിട്ട് ഈ ബാങ്കിന്റെ പ്രവർത്തനം നിലയ്ക്കാത്ത രീതിയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ JR-ഉം AR-ഉം ഒക്കെ ആയിട്ട് സംസാരിച്ച് ഇതുവരെ മുന്നോട്ട് പോയി. കഴിഞ്ഞ മാസം 2 മാസം മുമ്പ് JR-ആയിട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ഡിസംബറിൽ സംസാരിച്ച് തിരിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നടക്കുന്ന ഏത് പൈസ കൊടുക്കുന്ന സംവിധാനം ഉണ്ടായാലും ഞങ്ങളുടെ സംഘടനയായിട്ട് ആലോചിച്ച് മാത്രമേ കൊണ്ടുപോകുന്ന അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരുന്നു. അത് വിവാഹമായാലും വിദ്യാഭ്യാസമായാലും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഈ ആശുപത്രി കേസിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും അനർഹര് വന്ന് പല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരാൾക്കും ഒരു പൈസയും മാർച്ച് 31 വരെ കൊടുക്കില്ല എന്ന് ഉറപ്പ് ഞങ്ങൾ ചെയ്യാറുണ്ട്. 5000 രൂപ തടസ്സം വന്നവിടെ പ്രശ്നമായിരുന്നു. അപ്പൊ നമ്മൾ തമ്മിൽ വന്ന ചർച്ചയുടെ ഫലമായിട്ട് ഒരാൾക്ക് ഒരു പൈസയും മാർച്ച് 31 വരെ കൊടുക്കില്ലെന്നും അതിനുശേഷം ഇവിടെ വരുന്ന നിക്ഷേപകർക്ക് സംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് ആലോചിച്ച് ചെയ്യാമെന്നും അങ്ങനെ ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ്. ഇതിനിടയ്ക്ക് സംഭവിച്ച കാര്യം എന്താ വെച്ചാൽ, പലരും പല കാര്യങ്ങളും പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് ഇവിടെ 2 തരം അക്കൗണ്ടാണ് ഉള്ളത്. ഒന്ന് ചെറിയ സംഖ്യ വന്നാൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യും, അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് തരും. JR പറഞ്ഞിരുന്നു അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിരുന്നത്. വേറെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഫെഡറൽ ബാങ്കിലുള്ള വലിയ തുകകളുടെ നിക്ഷേപം ഫെഡറൽ ബാങ്കിലാണ്. അവിടെ നിന്ന് ഞങ്ങൾ അറിയാതെ പലപ്പോഴും പൈസ പിൻവലിച്ചു പോകുന്നു. അത് ഞങ്ങളുടെ പൈസയാണ്. ഞങ്ങൾ അറിയാതെ പിൻവലിച്ചു പോയാൽ ഇവരിത് തന്നെയാണ് ഇതിക്ക് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളറിയാതെ ഡ്യൂട്ടി ചെയ്ത് കൊണ്ടുപോകുന്ന രീതി സംവിധാനം ശരിയാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചോദിക്കേണ്ടത്. ഇവരെന്ത് ചെയ്താൽ തരില്ല. പല കാരണം പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് തരില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ബാലൻസ് വരും. ബാലൻസ് പറയുന്നതിന് വലിയ തട്ടിപ്പുണ്ട് സാറേ. 50 ലക്ഷം രൂപ ബാലൻസ് എന്തുണ്ടായാൽ ഇന്ന് കൊണ്ടുവന്നവര് 25 ലക്ഷം കൂന്നിരിക്കട്ടെ. അത് 25 ലക്ഷം 25 കൊടുത്താലും 50 ലക്ഷം ബാലൻസ് ആയിരിക്കും. ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റാണ് വേണ്ടതെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. ഇത് സ്റ്റേറ്റ്മെന്റ് തരാതെ കാണിച്ചു തന്നപ്പോൾ ഞങ്ങൾ അറിയാതെ
ഒരാൾക്ക് 5 ലക്ഷം രൂപ വിവാഹ സഹായം കൊടുത്തേക്കുന്നു, അടുത്ത വ്യക്തിക്ക് 3 ലക്ഷം കൊടുത്തിരിക്കുന്നു. ഞങ്ങളായിട്ട് ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് ഒരു ധാരണ അദ്ദേഹമായിട്ട് ചർച്ചയിൽ ഒരു കമ്മിറ്റിയെ പോയെ ഞങ്ങളുടെ കമ്മിറ്റിയോട് മുമ്പിൽ ഒരാൾക്ക് ഒരു പൈസയും മാർച്ച് 31 വരെ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ജെആറും കൂടി ഇരുന്ന ഒരു ചർച്ചയിൽ ഞങ്ങൾ അറിയാതെ 5 ലക്ഷവും 3 ലക്ഷവും വിവാഹ സഹായം കൊടുത്തിരിക്കുന്നു, 53,000 രൂപ ഒരു ഹോസ്പിറ്റൽ സഹായം കൊടുത്തിരിക്കുന്നു. ഈ നടപടി ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങളുടെ ജീവനും രക്തവും സാറേ ഈ സാധനം. ഞങ്ങളൊക്കെ ലൂട്ട് ചെയ്തു. ഞങ്ങൾ പൈസ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ആ പൈസ നിക്ഷേപം മേടിക്കാനുള്ള സമരമായത്. സാറ് നോക്കണം, നമ്മളെ കർഷകരുണ്ട്, എണ്ണാരിക്കാരുണ്ട്, വ്യവസായികളുണ്ട്, അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകൾ, സർക്കാർ ജീവനക്കാരുടെ റിക്വയർമെന്റ് വെച്ചിട്ട് അവരുടെ സെറ്റിൽമെന്റ് കൊടുത്ത് ജീവിത ആവശ്യത്തിന് കിട്ടാൻ വേണ്ടിയല്ലേ സാറേ ഇവിടെ ഇട്ടിരിക്കുന്നത്. ആ പൈസയിൽ ഇവര് ഈ സംഭവിച്ചത് 2012 മുതൽ ഇവിടെ ലൂട്ടിങ് നടന്നു. വലിയ പ്രശ്നമാണ് നടന്നത്. അപ്പൊ ഞങ്ങളെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാതെ ബാങ്ക് ഉദ്യോഗസ്ഥരെ പുറത്തു കടക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് നിക്ഷേപകർ ബാങ്ക് കവാടത്തിൽ കിടന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് പോലീസെത്തി ബാങ്ക് സെക്രട്ടറിയും പ്രസിഡന്റും സമിതി ഭാരവാഹികളുമായി ചർച്ച നടത്തിയാണ് ജീവനക്കാരെ ബാങ്കിന് പുറത്ത് കടത്തിവിട്ടത്. വിരുദ്ധമായിട്ട് 5 ലക്ഷം 3 ലക്ഷം തോന്നി പോലെ കൊടുക്കാൻ പറ്റും. 2,53,000 അങ്ങനെ തോന്നി പോലെ കടം കൊടുക്കാൻ പറ്റും. അത് ഞങ്ങളെ കളിപ്പിക്കുക, ഞാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ പ്രസിഡന്റ് ഞാൻ ചോദ്യം പറയാം, പ്രസിഡന്റ് അറിഞ്ഞില്ല. അതെ, പ്രസിഡന്റ് അറിഞ്ഞില്ല പറയാൻ പറ്റിയല്ലോ. സെക്രട്ടറി ചെക്ക് ബൗൺസ് ആയതിന് ഇവരോട് പറഞ്ഞ അതിന് ചെയ്യേണ്ട പ്രതിനിധി ചെയ്യാം. അത് ഒഴിവാക്കി നടക്കൂലായിരിക്കും. ചെക്ക് തന്നാ ഞാൻ പറഞ്ഞു മാത്രമേ വേറെ കൊണ്ടല്ല. എന്നിട്ട് എല്ലാവരും ഒന്നിച്ച് ചെയ്യുക, നഷ്ടം വന്നാൽ അതിനകത്ത് എല്ലാവരോടും സഹിക്കുക. അപ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് ഈ 2 കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരു വിഷയം വരും, അയാളൊന്നും ആലോചിക്കുക. അപ്പൊ അവർ നേരിട്ട് ജെആറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അവരോടൊന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മാത്രം മതി. ഈ പറയുന്ന നമുക്ക് താഴോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചോദിച്ചാൽ അതിനൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അത് 30 കിലോ ഷെയറിലോട്ട് കൊടുത്തവരെ പക്ഷെ അതിന് വേണ്ടതിനുള്ള കാര്യങ്ങൾ ഒന്ന് അവരോട് നിങ്ങളുടെ പ്രതിനിധിയോട് പറയുക. ഇന്നൊരു ഫണ്ട് റിലീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തൊക്കെയാണ് നിങ്ങൾ ജെആറുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് നമ്മൾ എത്ര തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അവരോട് ഷെയർ ചെയ്യുക, നിങ്ങൾ അവരെ അറിയിക്കുക, അത് ചെയ്യരുത്. അതൊരു ധാരണയായാൽ മതി. ഇപ്പൊ അതിന് ജെആറുടെ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. ഇനി മുതലുള്ള കാര്യങ്ങൾ സ്മൂത്തായിട്ടൊന്ന് പോയാൽ മതി. അതിന് അവർക്കൊരു ഉറപ്പ് കിട്ടിയാൽ മതി. സെക്രട്ടറി അത് ചെയ്യാവുന്ന കാര്യമല്ലോ. നിങ്ങളിലുള്ള ആള് തന്നെയല്ലേ അങ്കമാലി അർബൻ ബാങ്കിലെ വളരെ ഗൗരവമായ തട്ടിപ്പ് നടന്നിരിക്കുന്നു. ഇവിടെ നിക്ഷേപിച്ചവർക്ക് മരുന്ന് മേടിക്കാൻ പോലും 50 രൂപ കൊടുക്കുന്നില്ല. അതുകൊണ്ട് അത് ജെആറിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ട് 5 ലക്ഷം രൂപ വരെ കൊടുത്തിരിക്കുന്നു. ജെആർ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇതിന് നല്ല അന്വേഷണം നടത്തണം. ഇതിനെ പറ്റിയിട്ട് വിജിലൻസോ അല്ലെങ്കിൽ ഇഡിയോ അന്വേഷിച്ച് പാവപ്പെട്ടവന്റെ കാശ് കിട്ടാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജ്വല്ലേഴ്സ്, അങ്കമാലി.